നമസ്കാരം. എല്ലാവർക്കും നക്ഷത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ചെയ്തു വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഇതിൽ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. അതല്ലാതെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്താണ് ഇന്ന് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. ഇവിടെ സാമ്പത്തികപരമായിട്ട് കുറേ അധികം വിഷമം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് നിരാശയിലിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ്. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കൊടുക്കേണ്ട കാശ് കൊടുക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പണം നിങ്ങളിലേക്ക് എത്താത്ത ഒരു അവസ്ഥയോ ഒക്കെ ആകാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ ഒരു സമയം വളരെയധികം നിരാശ നിങ്ങൾ അനുഭവിക്കുന്നു എന്നാണ്. മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടാതെ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്ന കുറച്ച് വ്യക്തികളുടെ ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഫിനാൻഷ്യലി നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കയ്യിൽ എത്താതിരിക്കാൻ ആരെങ്കിലും ആ പണം തടഞ്ഞു വയ്ക്കാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ടാവാം. കാരണം ഇവിടെ ഒരു ഡെവിൾ എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഫിനാൻഷ്യലി ഗ്രോ ചെയ്യില്ലെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളാകാം അവർ. അപ്പോൾ അങ്ങനെയുള്ള ചില വ്യക്തികളുടെ നെഗറ്റീവ് എനർജി ഇതിൽ വന്നിട്ടുണ്ടാവാം. അതായത് അവർ നെഗറ്റീവായിട്ട് ഒന്നും ചെയ്യാതെ തന്നെ അവരുടെ ഇമോഷൻസ് കൊണ്ട് ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഒരിക്കലും നന്നാവരുതെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ച തടയുന്ന ഏതെങ്കിലും ചിന്തകൾ മതി. അപ്പോൾ ഇവർ സദാസമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുമുണ്ടാവാം. അപ്പോൾ അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ സാമ്പത്തിക പരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങളെ പല വിധത്തിൽ ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പൈസ പോലും ബ്ലോക്കായി പോകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതായത് നമ്മുടെ ഓറ സ്ട്രെങ്താക്കി വയ്ക്കുക. വിശ്വാസപൂർവ്വം നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാണ് ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഈ ഒരു ഡെവിലിൻ്റെ എനർജി പോവുകയുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പ്രാർത്ഥനയും അതുപോലെ നിങ്ങളിപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ കൊണ്ട് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എനർജി വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു മാറ്റം വന്നു തുടങ്ങുന്നതായിട്ട് അനുഭവപ്പെടും. നിങ്ങൾക്ക് പല തിരിച്ചറിവുകളും ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് ലൈഫിൽ എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു സമയം തന്നെ നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇങ്ങനത്തെ തോന്നലുകളൊക്കെ ഉണ്ടാവാം. അതായത് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, മറ്റാരെങ്കിലും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ളൊരു കഴിവ് നിങ്ങൾ പ്രകടമാക്കും. അപ്പോൾ
ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പ്രയത്നത്തിലൂടെ പോസിറ്റീവാക്കിയെടുക്കുക എന്നാണ്. അതായത് നമുക്ക് ഓരോ തിരിച്ചറിവ് ദൈവം തരുന്നത് നമുക്കതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ്. അതുപോലെ പല കാര്യങ്ങളെപ്പറ്റിയും നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് ആരാണ് നിങ്ങളുടെ വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്നത്, ആരാണ് നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം കാണുന്നത്. അതുപോലെ തന്നെ ഒരു യാത്ര ചെയ്യുവാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള മൈൻഡോടെ ഇരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആത്മാവിൻ്റെ ബലം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സോൾ പവറിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവിനും നമ്മളിലേക്ക് അടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലിരിക്കുമ്പോൾ, അതായത് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചോ കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ചോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പക്കലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ നിങ്ങൾ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ, അതായത് നമ്മുടെ ചിന്ത നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആണെങ്കിൽ ഏറ്റവും വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മളിലേക്ക് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുമായി കൂടുതൽ അടുക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കൂടുതലും സ്പിരിച്വലി കണക്റ്റ് ആവുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഇന്നത്തെ ദിവസം എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. അതായത് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിനും നിങ്ങൾ ഇറങ്ങിത്തിരിക്കാതിരിക്കുക. അതായത് മറ്റാരോടും ഒരു വാക്ക് തർക്കത്തിനോ കൂടുതൽ സംസാരത്തിനോ ഒന്നും നിങ്ങൾ പോകാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി നിങ്ങൾ നിലനിർത്തുക, പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ കുറേ ആളുകൾക്ക് നിങ്ങളിൽ ഇപ്പോഴുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതാവുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് ഏത് തരത്തിലുള്ള വിഷമഘട്ടമാണെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഏത് സാഹചര്യമാണെങ്കിലും അതിനെല്ലാം ഇവിടെ ഒരു അന്ത്യം സംഭവിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പുതിയൊരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിനെല്ലാം ഒരു അവസാനം ഉണ്ടാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ ഒരു അവസാനമാകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിവിടെ വളരെയധികം ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്നേഹം അവഗണിച്ച് അവർ പോയി എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ മാനസിക വിഷമം അനുഭവിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. തീർച്ചയായും ആ ഒരു സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഹൈറോഫിനിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് മാറാനും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനുമൊക്കെ ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഫലം ലഭിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളിലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഉണരുന്നതോടുകൂടി തന്നെ നിങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങളിലെ ദുഃഖങ്ങളും ഭയങ്ങളും മറന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ മൈൻഡോടെ ഇരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ചില വ്യക്തികൾ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങളിലെ ഭയത്തെ മാറ്റി നിർത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ പ്രാർത്ഥനയോടെ ഇരിക്കുക.
അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.